ഈ സ്ഥലം ഏതാന്ന് പറയാമോ? ഇത് ജമ്മു ആണോ? ജമ്മു അല്ല, ഹിമാചൽ പ്രദേശിലെ രോഹൻടാങ് എന്ന് പറഞ്ഞ സ്ഥലം. ഓ ഇതല്ലേ ഐസ് ആക്ടിവിറ്റിക്ക് പോയതാ. ഇവിടെ അല്ലേ? എങ്ങനെയുണ്ട് ലുക്ക്? ഔ സ്ഥലം കൊള്ളാല്ലേ? അടിപൊളിയല്ലേ? പിന്നെ വ്യൂ അല്ലേ? അസാധ്യം. വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. വേറെ വീഡിയോ അല്ലേ? അടിപൊളി റൈഡായിരുന്നു. നമ്മൾ ആ മണാലി ചെന്നിട്ട് മണാലിയിൽ നിന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വന്നു. നമുക്ക് 2 ഫ്രണ്ട്സിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് ഈ ലോക്കൽ ട്രെയിനിൽ വെച്ചിട്ട്. ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ് ട്രെയിനിൽ. അപ്പം അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഷെയർ ഒക്കെ ചെയ്ത് യാത്രയൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ വന്നതാണ്. ഈ രോഹൻടാങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്തില്ലേ ഏപ്രിലായിരുന്നു. ശരിക്കും ജനുവരി മുതൽ മാർച്ച് വരെയാണ് മഞ്ഞിന്റെ സമയം. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് മഞ്ഞൊക്കെ ഏകദേശം മാറി. അപ്പം ഈ ഒരു ഏരിയയിൽ എത്തണമായിരുന്നു ഈ ഐസിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. അപ്പം കുറേയൊക്കെ ഐസ് ഇങ്ങനെ എന്താ ഒരിക്കൽ തീരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗത്ത് അത്യാവശ്യം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഏപ്രിൽ ആ സമയത്ത് പോയതാണ്. കണ്ടത് ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്, അങ്കിത്തും അവന്റെ ഫ്രണ്ടും കൂടി. മലപ്പുറത്തുള്ള ഫ്രണ്ട്, സോറി മലപ്പുറം മധ്യപ്രദേശുള്ള ഫ്രണ്ടാ. നല്ല രസമായിരുന്നു കേട്ടോ. ഇവരെ കൂട്ടുപിടിക്കാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. ഒന്ന് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവര്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹിന്ദിയിലൊക്കെ ബാർഗെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ കൊളോക്കിയൽ ലാംഗ്വേജ് നമുക്ക് വരില്ല. നമ്മൾ പറയുന്ന ഹിന്ദിക്ക് അവർക്ക് മനസ്സിലാവും സൗത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ ബാർഗനിങ് കപ്പാസിറ്റി കൂടാൻ ഇവരെ നല്ലത്. പക്ഷേ ഇവർ നല്ല ബാർഗനേഴ്സും ആയിരുന്നു കേട്ടോ. ഓരോന്നും ചോദിച്ച് വാങ്ങി പിടിച്ച് അത്യാവശ്യം കിട്ടിയ റേറ്റ് മെച്ചാണെന്ന് അറിയില്ല, എങ്കിലും കുറെ റേറ്റുകളൊക്കെ കുറച്ചിട്ടുണ്ട്. മറ്റവർക്ക് അവർക്കറിയാലോ ബാർഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൂട്ടി വെച്ചിട്ട് വേണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാലോ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. പറഞ്ഞില്ല അത്ര മഞ്ഞ്. ഈ പോരുന്ന വഴിക്കായിരുന്നു നമ്മൾ ഈ പാലൊക്കെ കണ്ടത്, നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഇവിടെയും ഇവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഇടുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, ഷൂസ്, പിന്നെ ഗ്ലാസ് നമ്മൾ കൊണ്ടുപോയായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ആ ഇപ്പൊ ഇട്ടുകൊണ്ട് പോകുന്നുണ്ടല്ലോ നമ്മൾ. അപ്പൊ തെർമൽസും അതെല്ലാം നമ്മൾ നേരത്തെ അവിടെ നിന്ന് തന്നെ വാങ്ങി കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ കിട്ടും. പക്ഷെ നമ്മൾ ആ പോരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിക്കാരൻ കാർ ഡ്രൈവർ അവിടെ നിന്ന് ഒരു ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു. അത്യാവശ്യം ഉണ്ടോ തെർമൽ ജാക്കറ്റ് ഒരു 300 രൂപയ്ക്ക് അവർ റേറ്റ് പറയണത്. ബൂട്ടിന് 150 രൂപ. ഇതെല്ലാം വാടകയ്ക്കാട്ടോ. ഗ്ലൗസും ഹെഡ് ക്യാപ്പിനൊക്കെ 100 രൂപ. പിന്നെ ഗൂഗിൾസ് വേണമെങ്കിൽ 100 രൂപ കൊടുക്കണം. ഏകദേശം 600-700 രൂപ ആകെ ഒരു ഫുൾ സെറ്റിന്. വ്യത്യാസമാട്ടോ. നമുക്ക് എന്റെ തണുപ്പാന്ന് അറിയാം കാണുമ്പോൾ പറയാം ഐസ് ആയതുകൊണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഫീലാ, നല്ല അടിപൊളിയായിട്ട്. മലയാളികളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ട് വീട്ടില് ഒരുപാട് പേരുണ്ടായിരുന്നു. ഭയങ്കര ഫ്രീസിങ് ആണ്. നീ നോക്കിയേ ആ മഞ്ഞ കിടക്കാതെ. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറെ ഭാഗം എനിക്ക് മഞ്ഞ കുരിയതുകൊണ്ടാന്ന് തോന്നുന്നു. അവിടെ ചെളിയും ഉണ്ടായിരുന്നു. അത് മഞ്ഞും ചെളിയും കൂടെ മിക്സ് ആയതുകൊണ്ട് ചില ഭാഗത്ത് കുഴപ്പമില്ല. എങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് അടിപൊളിയാണ്. ഒരു മല നിറയെ മഞ്ഞൊന്നുമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ വരണ്ട് കിടക്കുക. തണുപ്പുണ്ട് എല്ലാ സ്ഥലത്തും. പക്ഷെ ഈ ഒരു സൈഡ് ഭയങ്കര മഞ്ഞായിരിക്കും.